ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. ഈ സീസണിലെ തങ്ങളുടെ ആദ്യത്തെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന് മുൻപിൽ ചെന്നൈ സൂപ്പർ കിങ്സ് തകർന്നടിഞ്ഞിട്ടുണ്ട്. ടോസ് നേടി ബൗളിംഗ് തിരഞ്ഞെടുത്ത രാജസ്ഥാൻ റോയൽസ് തകർപ്പൻ പ്രകടനമാണ് നടത്തിയത്. ഫലമായി ചെന്നൈ സൂപ്പർ കിങ്സിന് 10 വിക്കറ്റുകളും നഷ്ടമാവുകയായിരുന്നു. കേവലം 127 റൺസ് മാത്രമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എടുത്തത്. ജാമി ഓവർട്ടൺ ഒഴികെയുള്ള എല്ലാ താരങ്ങളും അവരുടെ നിരയിൽ നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് സഞ്ജു സാംസൺ തീർത്തും നിരാശപ്പെടുത്തി. 7 പന്തുകളിൽ നിന്ന് കേവലം 6 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ബർഗർ അദ്ദേഹത്തെ ബൗൾഡ് ആക്കുകയായിരുന്നു. രുദ്രാജ് ഗൈക്വാദ്, ആയുഷ് മാത്ര, മാത്യു ഷോട്ട് എന്നിവരെല്ലാം നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. സർഫറാസ് ഖാൻ, കാർത്തിക് ശർമ്മ എന്നിവർ 2 അക്കം കടന്നു. അതേസമയം ജാമി ഓവർട്ടൺ മാത്രമാണ് പിടിച്ചു നിന്നത്. അദ്ദേഹത്തിന്റെ ചെറുത്തുനിൽപ്പാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 100 റൺസ് കടത്തിയത്. 36 പന്തുകളിൽ നിന്ന് 43 റൺസാണ് അദ്ദേഹം നേടിയത്. 2 ഫോറുകളും 2 സിക്സറുകളും അദ്ദേഹം സ്വന്തമാക്കി. അങ്ങനെ ജാമി ഓവർട്ടൺ ആണ് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിനെ 127 റൺസിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇനി സഞ്ജുവുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് ഇവിടെ അവതരിപ്പിക്കേണ്ടതുണ്ട്. അതായത് 2020 മുതലുള്ള എല്ലാ സീസണിലെയും ആദ്യത്തെ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള താരമാണ് സഞ്ജു സാംസൺ. അതിന്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 2020 ആദ്യ മത്സരത്തിൽ 74 റൺസ്, 2021 119 റൺസ്, 2022 55 റൺസ്, 2023 55 റൺസ്, 2024 82 റൺസ്, 2025 66 റൺസ് എന്നിങ്ങനെയായിരുന്നു കണക്കുകൾ. പക്ഷേ ഇത്തവണ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയുള്ള അരങ്ങേറ്റ മത്സരത്തിൽ സഞ്ജു നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആ ഒരു സ്ട്രീക്ക് ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. 2020 മുതൽ 2025 വരെ തുടർച്ചയായി ആദ്യ മത്സരങ്ങളിൽ അർദ്ധ സെഞ്ചുറികൾ നേടാൻ കഴിഞ്ഞിട്ടുള്ള സഞ്ജു ഇന്നത്തെ മത്സരത്തിൽ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.